നമസ്കാരം. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഈ ലോബിയിങ്, പവർ ബ്രോക്കർ, ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അത്രയുമില്ല. പക്ഷേ ഈ ലോബിയിങ്, പവർ ബ്രോക്കറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം വാക്കുകളായിട്ടാണ് ഭാരതത്തിൽ പൊതുവെ കണക്കാക്കപ്പെടുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ പല രാജ്യങ്ങളിലും, പല വിദേശ രാജ്യങ്ങളിലും ഈ ലോബിയിങ്, പവർ ബ്രോക്കറിങ് എന്നൊക്കെ പറയുന്നത് അംഗീകൃതമായിട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ്. പല സ്ഥാപനങ്ങളും, പല വ്യക്തികളും, പല സ്ഥാപനങ്ങളും ഇതൊരു പ്രഖ്യാപിത തൊഴിലായി തന്നെ എടുത്ത് നടത്തുന്നവരുണ്ട്. അതായത് നിയമം അംഗീകരിച്ച തൊഴിലായി തന്നെ ഇത് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പറയുവാൻ കാരണം, ഇപ്പോൾ US ഫോറിൻ ഏജൻറ്റ്സ് രജിസ്ട്രേഷൻ ആക്ട്, ഫറ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു നിയമപ്രകാരം ചില വിവരങ്ങൾ പൊതുതലങ്ങളിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഫയലിംഗ് എന്ന് പറയും അതിന്. അതായത് ഈ ഡോക്യുമെൻറ്റുകൾ, ഈ രേഖകൾ ഒരു നിയമപ്രകാരമുള്ളൊരു ഫയലിംഗ് കോടതികളിലും അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളുടെ നിർദ്ധാരിത ഉന്നത ഏജൻസികളിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കിത് ഈ രേഖകൾ പരിശോധിക്കുവാനുള്ള സൗകര്യം ലഭ്യമാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫയലിങ്ങിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഭാരതവും പാകിസ്ഥാനും നടത്തിയിട്ടുള്ള ലോബിയിങ്ങുകളെക്കുറിച്ചാണ്. ഈ ലോബിയിങ് എന്ന് പറയുന്നത് കൈക്കൂലി കൊടുക്കലായിട്ടും പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അമേരിക്കയിൽ, വിദേശ രാജ്യങ്ങളിൽ കൈക്കൂലി കൊടുക്കുന്നത് പോലും എന്തെങ്കിലും നിങ്ങളുടെ ഒരു പ്രോജക്റ്റുകൾ നടപ്പാക്കുവാനായിട്ട് നിങ്ങളൊരു കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് എന്താ പറയുക, കൺവീനിയൻസ് മണി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണ് പറയുന്നത്, കൈക്കൂലി എന്നല്ല. അമേരിക്കയ്ക്കകത്ത് കൈക്കൂലി കൊടുക്കുന്നത് വ്യത്യസ്തമായ നിയമമാണ്. പക്ഷേ ഭാരതവും പാകിസ്ഥാനും ഇത്തരമൊരു ലോബിയിങ് ഈ സമീപകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാനുള്ള കാരണം, പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് നമ്മുടെ ഹിന്ദു പത്രം മുതൽ മറ്റ് പല മാധ്യമങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വിവരം സംബന്ധിച്ച് എത്തിക്കുന്നത്. ഈ ലോബിയിങ് ഭാരതവും പാകിസ്ഥാനും ആ ഒരു അനുക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാണിത്. പാകിസ്ഥാൻ ആദ്യം തുടങ്ങി, ഭാരതം അതിനെ പ്രതിക്രിയ ചെയ്തു എന്ന് വേണം പറയാൻ. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോബിയിങ് സംബന്ധിച്ച് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിനെതിരെ ഭാരതം പാകിസ്ഥാനിൽ കയറി ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ അമേരിക്ക ഇടപെടുത്തുവാനായിട്ട് പാകിസ്ഥാൻ നിരവധി ലോബിയിങ് കമ്പനികളെ അല്ലെങ്കിൽ വ്യക്തികളെ, ഈ ലോബിയിസ്റ്റുകളോ അല്ലെങ്കിൽ പവർ ബ്രോക്കറെന്നോ പറയാവുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയും വാടകയ്ക്കെടുക്കുകയും അത് വാർഷിക കണക്കിൽ തന്നെ വാടകയ്ക്കെടുക്കുകയും, അതായത് ഒരു സ്ഥാപനത്തിനെ അവർ വാടകയ്ക്കെടുത്ത ഈഗിൾ LLP എന്നൊരു സ്ഥാപനത്തിനെ അവർ വാടകയ്ക്കെടുത്തത് $2.8 മില്യൺ വാർഷിക വരിസംഖ്യ നൽകിയാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അഭിഭാഷകനെ ചിലപ്പോൾ റിറ്റൈനറിൽ നിർത്തുക എന്ന് പറയും. ഒരു സംഖ്യ കൊടുത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഒരു പ്രത്യേക കേസുമായിട്ട് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വന്നാലും വാദിക്കുവാൻ വേണ്ടി മുൻകൂറായി ബുക്ക് ചെയ്ത് വയ്ക്കുന്ന പോലെ വാർഷിക വരിസംഖ്യ കൊടുത്താണ് പാകിസ്ഥാൻ പല ലോബിയിങ് സ്ഥാപനങ്ങളെയും ഇക്കാര്യത്തിൽ ഇടപെടുത്തിയതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ സെനറ്റർമാർ തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആക്രമണങ്ങൾക്കൊരു തടയിടുവാൻ ഭാരതത്തിനോട് അപേക്ഷിക്കണം അല്ലെങ്കിൽ ഇടപെടണം എന്നുള്ളൊരു ആഗ്രഹം മുന്നോട്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു താല്പര്യം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഉള്ളൊരു ലോബിയിങ്ങാണ് അവിടെ നടന്നത്. ആ ലോബിയിങ്ങുകളുടെ ഭാഗമായി തന്നെ രണ്ടാമത്തെ ലക്ഷ്യം, ന്യൂയോർക്ക് പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേണൽ തുടങ്ങിയ മാധ്യമങ്ങളെ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക തുകകൾ നൽകിയോ, പരസ്യം നൽകുന്നത് പോലെ നൽകിയോ, അവരുടെ ഒരു നറേറ്റീവ് സെറ്റിംഗ് എന്ന് പറയുമല്ലോ. ഈ സെനറ്റർമാരൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗം പറയുവാൻ വേണ്ടിയിട്ടൊരു നറേഷൻ ബിൽഡിംഗ് ഉണ്ട്. ഒരു ആശയം രൂപപ്പെടുത്തുക എന്നുള്ള തലത്തിലേക്ക് പോകുവാനായിട്ട് വാർത്തകൾ നൽകുവാൻ വേണ്ടി മാധ്യമങ്ങളെയും വിലക്കെടുത്തു. ഇതിൻ്റെ പ്രതിക്രിയയായിട്ട് $1.8 മില്യൺ മുടക്കി ഭാരതവും ലോബിയിങ് സ്ഥാപനങ്ങളെ വിലക്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്കെടുക്കലിനെയാണ് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് ഒരുപാട് ലോബിയിങ് സ്ഥാപനങ്ങളെ വാടകയ്ക്കെടുത്തു എന്നുള്ള വാർത്തകൾ ഹിന്ദു മുതൽ ദേശാഭിമാനി വരെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ സത്യമെന്ന് പറഞ്ഞാൽ ഭാരതം ഒരു പ്രതിക്രിയ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു തുക മാത്രമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലോബിയിങ്ങിന് വേണ്ടി പാകിസ്ഥാൻ ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് $5 മില്യൺ ഭാരതം ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് $1.8 മില്യൺ. അപ്പോൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, ഈ $1.8 മില്യൺ
വാർഷിക വരിസംഖ്യയായിട്ടൊരു വാടകയ്ക്ക് എടുക്കുവാനായിട്ടൊരു സ്ഥാപനങ്ങൾക്കും കൊടുത്തതല്ല. ഒരു ഒറ്റത്തവണയുള്ള ഒരു പേയ്മെൻ്റായിട്ട് അവർക്ക് നൽകിയതാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുക. പാകിസ്ഥാൻ നൽകിയ $5 മില്യൺ ഇനി തുടർന്നും പല സ്ഥാപനങ്ങൾക്കും, ഉദാഹരണത്തിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും വൈറ്റ് ഹൗസ് മെഷീനറിയിലുമൊക്കെ ഏറെ സ്വാധീനമുള്ള ജാവലിൻ അഡ്വൈസേഴ്സ്, അതിൻ്റെ സ്ഥാപകരിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന പ്രവർത്തകരിലോ, ഈ ജാവലിൻ അഡ്വൈസേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന വ്യക്താക്കളായിട്ടുള്ള ജോർജ് സോറിയൽ, കിത്ത് ഷില്ലർ തുടങ്ങിയ 2 വ്യക്തികൾ ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികളെയും സ്വാധീനിക്കാനായിട്ട് $2.8 മില്യൺ ഇനി എല്ലാ വർഷവും പാകിസ്ഥാൻ അവർക്ക് നൽകണം. ആ നൽകുന്ന തുകയുടെ ജോലി ചെയ്യുവാനായിട്ട് അവർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഡൊണാൾഡ് ട്രംപിലേക്ക് എത്തിക്കും. ഭാരതം ഒറ്റത്തവണയുള്ള ഇവർ ചെയ്യുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇവർ ചെയ്ത ലോബിയിങ്ങിന് പ്രതിക്രിയയായിട്ട് ഒറ്റത്തവണയുള്ള പേയ്മെൻറ്റ്, വൺ ടൈം പേയ്മെൻ്റ് എന്ന് പറയും അതിന്, ആയിട്ട് $1.8 മില്യൺ $1.8 മില്യൺ മുടക്കി പാകിസ്ഥാൻ്റെ ഇതുവരെ $5 മില്യൺ മുടക്കിയ ലോബിയിങ്ങിന് പ്രതിക്രിയ ചെയ്തു. ഇതാണ് വസ്തുത, ഏറ്റവും സരളമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ വിവരങ്ങൾ ഇതേക്കുറിച്ച് ലഭ്യമായിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമസ്കാരം.